പ്രിയമുള്ളവരെ നമസ്കാരം. ഞാൻ PB ജിജീഷ്, ജസ്റ്റ് പ്ലൈനറിലേക്ക്. ഒരു ബനാന കമ്പനിക്ക്, ഒരു പഴക്കച്ചവട കമ്പനിക്ക് അമേരിക്കൻ വിദേശകാര്യ നയവുമായി എന്ത് ബന്ധം? വെനസ്വേലയിൽ അതിക്രമിച്ച് കടന്ന് അവിടുത്തെ പ്രസിഡൻറ്റിനെ തട്ടിക്കൊണ്ടുപോയ വാർത്തകൾ കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു ചരിത്രം ഗോട്ടിമാലയുടേതാണ്. ലാറ്റിൻ അമേരിക്കയോടുള്ള അമേരിക്കൻ ഐക്യനാടുകളുടെ നയം പ്രധാനമായും അവിടുത്തെ പ്രകൃതി വിഭവങ്ങളുമായി ബന്ധപ്പെട്ടാണ്. ആദ്യം പഴമായിരുന്നു, ഇപ്പോൾ അത് എണ്ണയായി മാറി എന്ന് മാത്രം. ബോസ്റ്റൺ ഫ്രൂട്ട് കോർപ്പറേഷൻ എന്ന കമ്പനി എങ്ങനെയാണ് ഗ്വാട്ടിമാലയിൽ ഒരു ഭരണകൂട അട്ടിമറിക്കും ജനാധിപത്യത്തിൻ്റെ അവസാനത്തിനും കാരണമായത് എന്ന ചരിത്രം, ആ ചരിത്രം എങ്ങനെയാണ് ഇന്നത്തെ ലോകത്ത് പ്രതിഫലിക്കുന്നതെന്നും നമുക്ക് പരിശോധിക്കാം. 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ യുണൈറ്റഡ് ഫ്രൂട്ട് കമ്പനി ലോകത്തിലെ ഏറ്റവും വലിയ കോർപ്പറേറ്റുകളിലൊന്നായി മാറി. 1930-കളോടടുക്കുമ്പോൾ അമേരിക്കയിലേക്ക് ഏറ്റവും കൂടുതൽ പഴം ഇറക്കുമതി ചെയ്ത് കച്ചവടം നടത്തുന്ന കമ്പനിയായി അത് മാറിയിരുന്നു. കമ്പനിക്ക് നമുക്ക് വിചാരിക്കാവുന്നതിനപ്പുറമുള്ള സ്വാധീനം, അന്ന് വലിയ ഭൂപ്രദേശങ്ങളും അളവറ്റ സമ്പത്തും കമ്പനിക്കുണ്ടായിരുന്നു. ഇത് അവിടുത്തെ രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക മേഖലകളിലെല്ലാം കമ്പനിക്ക് വലിയ സ്വാധീനമുണ്ടാക്കി. ഈ സ്വാധീനങ്ങളെല്ലാം കണക്കിലെടുത്തുകൊണ്ട് അതിനെ പൾപ്പോ ദ ഒക്ടോപ്പസ് എന്നാണ് വിളിച്ചിരുന്നത്. കാരണം എവിടെ നോക്കിയാലും ഈ കമ്പനിയുടെ സ്വാധീനം ദൃശ്യമായിരുന്നു. അങ്ങനെ ഇരിക്കെ 1944 ഗ്വാട്ടിമാലയിൽ വലിയൊരു മാറ്റം നടന്നു. അവിടെ കാലാകാലങ്ങളായി നിലനിന്നിരുന്ന ഏകാധിപത്യ ഭരണകൂടത്തെ പിഴുതെറിഞ്ഞുകൊണ്ട് ജനാധിപത്യം വന്നു ചേർന്നു. അങ്ങനെ ജനാധിപത്യപരമായ പല പരിഷ്കാരങ്ങളും രാജ്യത്ത് സംഭവിക്കാൻ തുടങ്ങി. 1945 മുതൽ 51 വരെ അവിടെ ഭരിച്ച പ്രസിഡൻറ്റ് യുവാനിയോസ് അരവേലോ, അതിനുശേഷം 51 മുതൽ 54 വരെ അധികാരത്തിലിരുന്ന ജേക്കബോ അർബേൻസ് എന്നീ ഭരണാധികാരികൾ സാമൂഹിക അവകാശങ്ങൾ വിപുലപ്പെടുത്തി, ട്രേഡ് യൂണിയനുകളെ നിയമപരമാക്കി, കാർഷിക പരിഷ്കാര നിയമങ്ങൾ കൊണ്ടുവന്നു. ഏറ്റവും പ്രധാനപ്പെട്ടത് ഭൂപരിഷ്കരണം നടപ്പിലാക്കാൻ തീരുമാനിച്ചു എന്നുള്ളതാണ്. അങ്ങനെ വമ്പൻ എസ്റ്റേറ്റുകൾ പിടിച്ചെടുത്ത് ഭൂരഹിതരായ കർഷകർക്ക് കൈമാറുവാനുള്ള തീരുമാനം ഗവൺമെൻറ് കൈക്കൊണ്ടു. ഇത് യുണൈറ്റഡ് ഫ്രൂട്ട് കമ്പനിയോടുള്ള നേരിട്ടുള്ള വെല്ലുവിളിയായിരുന്നു. അവരുടെ കയ്യിലുള്ള ഭൂസമ്പത്ത് നമുക്ക് വിചാരിക്കാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു. അവരതിനെ കമ്മ്യൂണിസം എന്ന് വിളിച്ചു. പിന്നീട് നാം കണ്ടത് കമ്പനിയുടെ നേതൃത്വത്തിലുള്ള വലിയ ലോബിയിങ് ആണ്. കമ്പനി ഇതിനെ കേവലം ഭൂപരിഷ്കരണത്തിൻ്റെ പ്രശ്നം എന്നതിനപ്പുറത്തേക്ക് അന്ന് അമേരിക്കൻ സമൂഹത്തിൽ നിലനിന്നിരുന്ന കമ്മ്യൂണിസത്തോടുള്ള ഭീതിയെ മുതലെടുക്കുന്നതിനുള്ള ഒരു അവസരമായി കണ്ടു. അങ്ങനെ അന്ന് വാഷിങ്ടണിൽ ആകെ വ്യാപകമായിരുന്ന ആൻറ്റി കമ്മ്യൂണിസ്റ്റ് റെറ്ററിക്കിൻ്റെ ഭാഗമായി വലിയ PR ക്യാമ്പയിനുകളും ലോബിയിങ്ങുമാണ് കമ്പനിക്ക് വേണ്ടി നടന്നത്. ഗ്വാട്ടിമാലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പരിഷ്കാരങ്ങൾ കേവലം സാമ്പത്തിക മാറ്റങ്ങളല്ലെന്നും അത് അമേരിക്കയ്ക്കെതിരായ കമ്മ്യൂണിസ്റ്റ് ഭീഷണിയാണെന്നും കമ്പനി വരുത്തി തീർത്തു. തുടർന്നാണ് CIA രംഗപ്രവേശം ചെയ്യുന്നത്. 1954 അന്ന് അമേരിക്കൻ പ്രസിഡൻറ്റ് ഐസൻഹോവറാണ് CIA ഗ്വാട്ടിമാലയിൽ വലിയൊരു ഓപ്പറേഷൻ ആരംഭിച്ചു. PB സക്സസ് എന്നായിരുന്നു അതിൻ്റെ പേര്. അത് കേവലം സൈനികമായ ഒരു നടപടി മാത്രമായിരുന്നില്ല, ഒരു തരം സൈക്കോളജിക്കൽ വാർഫെയർ, മാനസികമായ ഒരു യുദ്ധം അവർ വളരെ സമർത്ഥമായി ആസൂത്രണം ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ റേഡിയോ ബ്രോഡ്കാസ്റ്റുകളും പ്രൊപ്പഗാണ്ട ചലച്ചിത്രങ്ങളുമെല്ലാം ഗ്വാട്ടിമാലയുടെ സാമൂഹിക ജീവിതത്തിലേക്ക് വലിയ സ്വാധീനമുണ്ടാക്കുന്ന തരത്തിൽ വന്നെത്താൻ തുടങ്ങി. സൈനിക ഉദ്യോഗസ്ഥരെ കോഴ കൊടുത്ത് തങ്ങൾക്കൊപ്പം ചേർത്തു. ഗവൺമെൻറ്റിനോട് വിയോജിപ്പുള്ളവരെ രഹസ്യമായി സഹായിച്ചു. അങ്ങനെ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റിനെ അട്ടിമറിച്ച് അവിടെ അമേരിക്കയ്ക്കൊപ്പം നിൽക്കുന്ന ഒരു പാവ ഗവൺമെൻറ്റിനെ സ്ഥാപിച്ചു. അതിൻ്റെ ഫലങ്ങൾ ദുരിതപൂർണവും ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതും ആയിരുന്നു. യൂണിയൻ നേതാക്കളെയും രാഷ്ട്രീയ പ്രവർത്തകരെയും ട്രേഡ് യൂണിയൻ പ്രവർത്തകരെയും പരിഷ്കാരങ്ങളെ പിന്തുണയ്ക്കുന്നവരെയെല്ലാം വേട്ടയാടി. ഔദ്യോഗിക കണക്കുകൾ വളരെ ചെറുതെങ്കിലും ലക്ഷക്കണക്കിന് മനുഷ്യർ അവിടെ ഇക്കാലഘട്ടത്തിൽ മരിച്ചു എന്നാണ് അനൗദ്യോഗിക വിലയിരുത്തൽ. ഗ്വാട്ടിമാല എന്ന രാജ്യം സമ്പൂർണ്ണമായി തകർക്കപ്പെട്ടു. അതിനുശേഷമുള്ള ദശകങ്ങളിൽ വലിയ ആഭ്യന്തര കലാപം ഗ്വാട്ടിമാലയിൽ അരങ്ങേറി. ലക്ഷക്കണക്കിന് മനുഷ്യർ കൊല്ലപ്പെട്ടു.
തുടർ തലമുറ ഇന്നും ആ ദുരിതത്തിൻ്റെ ഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. 1990കളുടെ അവസാനമാണ് ദീർഘകാലം നീണ്ടുനിന്ന ആഭ്യന്തര കലാപത്തിന് ശമനം വന്നത്. നമുക്ക് പെട്ടെന്ന് 2026 വന്നാൽ അമേരിക്ക വെനസ്വേലൻ തലസ്ഥാനം ബോംബ് ചെയ്ത് അവിടെ അതിക്രമിച്ച് കടന്ന് തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് നിക്കോളാസ് മഡ്യൂറോയെ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നു. ഇന്ന് ഡൊണാൾഡ് ട്രംപിൻ്റെ ഭരണകൂടം ഇതിനു പിന്നിൽ എണ്ണ കമ്പനികളുടെ താൽപ്പര്യങ്ങളുണ്ട് എന്ന് തുറന്ന് സമ്മതിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഒരു കാലത്ത് വളരെ ഗോപ്യമായി തിരശ്ശീലയ്ക്ക് പിന്നിൽ മറച്ചുവെച്ച രഹസ്യമായിരുന്നു ഈ കച്ചവട താൽപ്പര്യമെങ്കിൽ പലപ്പോഴും ജനാധിപത്യത്തിൻ്റെയും മറ്റു പല ധാർമ്മിക മൂല്യങ്ങളുടെയും പേരിലാണ് അധിനിവേശങ്ങൾ നടന്നിരുന്നതെങ്കിൽ ഇന്ന് എല്ലാവർക്കും അറിയാവുന്ന പരസ്യമായിരുന്ന രഹസ്യം പരസ്യമായി തന്നെ പറയാൻ അമേരിക്ക ആരംഭിച്ചു എന്ന ഒരു വ്യത്യാസമുണ്ടാകും. ചരിത്രത്തിൽ നിന്നും നമ്മൾ എന്താണ് പഠിക്കുന്നത്? പഴമാകട്ടെ പെട്രോളിയമാകട്ടെ ഒരു പ്രദേശത്തെ വിഭവ ചൂഷണം നടത്തുവാനും അതിൽ നിന്നും വലിയ ലാഭമുണ്ടാക്കുവാനും സൈനികമായ തന്ത്രപ്രാധാന്യം ഉറപ്പിക്കുവാനും ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രമാണ് അമേരിക്കയുടെ വിദേശകാര്യ നയം എല്ലാ കാലത്തും രൂപപ്പെട്ടു വന്നിട്ടുള്ളത്. അല്ലാതെ അവിടുത്തെ ജനതയെയോ ജീവിതങ്ങളെയോ ജനാധിപത്യത്തെയോ സ്വാതന്ത്ര്യത്തെയോ മുന്നിൽ കണ്ടല്ല ഈ നയങ്ങളൊന്നും ഒരു കാലത്തും ഇവർ സ്വീകരിച്ചിട്ടുള്ളത്. തുറന്നു പറഞ്ഞോ പറയാതെയോ ഇത്തരം സാമ്പത്തിക താൽപ്പര്യങ്ങൾ മുൻനിർത്തിയാണ് ഓരോ അധിനിവേശങ്ങളും ഓരോ യുദ്ധങ്ങളും ഓരോ ഇടപെടലുകളും അമേരിക്ക നടത്തുന്നത്. അമേരിക്കയുടെ ഭൂതകാലത്തെക്കുറിച്ച് ഓർമ്മകളുണ്ടെങ്കിൽ ഈ കാലഘട്ടത്തിലും കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കുവാനും ശരിയായ ചോദ്യങ്ങൾ ഉന്നയിക്കുവാനും നമുക്ക് കഴിയും.